നിങ്ങൾക്ക് ബോട്ടിക് എന്ന് വെച്ചാൽ എന്താ, എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം ഇതൊക്കെ അറിയാവോ? എക്സ്ക്യൂസ് മീ മാഡം, വാട്ട് യു വാണ്ട്? വാട്ട്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു മാഡം? ഡ്രസ് ഒന്ന് കാണിച്ചു തരൂ. കം ദിസ് വേ മാഡം. ഇത് നോക്കിക്കോ മാഡം. ദാരിദ്ര്യം അനുഭവിച്ചു കിടന്നവള് പെട്ടെന്ന് ആകാശത്തോളം ഉയർന്നിട്ട് വീണ്ടും ദരിദ്രവാസിയായി മാറിയല്ലേ? അത്ര മുകളിൽ നിന്ന് വീഴുമ്പോ അതിന്റെ ആഘാതം കൂടുതലായിരിക്കും. മാമിന് എന്താ വേണ്ടത്? എന്റെ ബേബിക്കിപ്പോ ഒരുപാട് സ്വത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഭ്രാന്തനും ഭ്രാന്തിയും സ്വത്തെല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ട് പൊക്കളഞ്ഞു. ഒരുപാട് പണം കിട്ടിയിട്ടുണ്ട്. കോസ്റ്റ്ലി ഡ്രസ്സ് കാണിക്കണം. നോക്ക്, നിങ്ങളുടെ ഓണറിനോട് ഞാൻ നിങ്ങളുടെ ബന്ധുവാണെന്നും പറഞ്ഞ് നാണം കെടുത്തരുത്. അതെന്റെ ഇമേജിനെ ബാധിക്കും. ഇവള് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ ബേബി? ഇവളുടെ റേഞ്ച് എവിടെ? നമ്മുടെ റേഞ്ച് എവിടെ? എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നത് കൊണ്ട് പന്നി ചെളി കിടന്ന് ഉരുളുന്നത് പോലെ ആ വീട്ടില് വന്ന് കിടന്ന് ഉരുണ്ടു. ഇപ്പോ ആ ഭാഗ്യമൊക്കെ അങ്ങ് തീർന്നു. വീണ്ടും ആ ചെളിയിൽ തന്നെ വന്ന് വീണു. ഈ ഡ്രസ്സ് മതിയാവോ മാഡം? ഇതുപോലെയുള്ള ചീപ്പ് ഡ്രസ്സസ് ഒന്നും കാണിച്ചു തരണ്ട. വീണ്ടും പറയുക, ഞാനും നിങ്ങളും റിലേറ്റീവ്സ് ആണെന്നുള്ള സത്യം ഇവിടെ ആരോടും പറയരുത്. ഇവിടെ ആരെന്ത് സത്യങ്ങൾ പറഞ്ഞാലും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ആദ്യം കാർത്തിക് പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം അഖിലിനെ ഒന്ന് അറിയിക്ക്. ഇല്ലെങ്കിൽ അമ്മയുടെയും മകളുടെയും കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. മര്യാദയ്ക്ക് വന്ന കാര്യം കഴിഞ്ഞിട്ട് പോവാൻ നോക്ക്. ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ വന്നാ എന്റെ കയ്യിൽ നിന്ന് 2 പേർക്ക് നല്ലത് കിട്ടും. എനിക്കും എന്റെ ഭർത്താവിനും ഭ്രാന്തുള്ളതുകൊണ്ടല്ല ഇവർക്ക് സ്വത്ത് എഴുതി കൊടുത്തത്. ഇവര് ഭിക്ഷ എടുക്കണ്ടെന്ന് കരുതി കൊടുത്തതാ. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ പട്ടിയെ പോലെ നിന്ന് കുരക്കില്ലായിരുന്നു. എന്തൊരു അഹങ്കാരവാടി നിനക്ക്! നായയുടെ വാല നിവർത്താൻ പറ്റില്ലെന്ന പോലെ വലിയ അഹങ്കാരമാ നീ കാണിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ വിചാരിച്ച നിന്റെ അവസ്ഥ എന്താവും അറിയോ നിനക്ക്? എന്ത് ചെയ്യുന്നു? നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? നിന്നെ വേണ്ട. മാം, എനി പ്രോബ്ലം? നോ പ്രോബ്ലം. കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് പാക്ക് ചെയ്ത് തന്നാ മതി. വരും മാഡം, ഞാൻ ബില്ല് തരാം. 1 മിനിറ്റ്. സാരിയുടെ മേലെ എനിക്ക് എംബ്രോയിഡറി വർക്ക് വേണം. ഷുവർ മാഡം, ഞങ്ങൾ ചെയ്തു തരാം. അതിന് 2-3 ദിവസം വേണ്ടി വരും. ഒരാഴ്ച എടുത്തോളൂ. ദിവസവും വന്ന് വർക്ക് എത്രത്തോളം എത്തിയെന്ന് ഞാൻ തന്നെ ചെക്ക് ചെയ്തോളാം. യാ ഷുവർ മാഡം. ആ ഡ്രസ്സസ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കൂ. ആ ഡ്രസ്സ് പാക്ക് ചെയ്തോളൂ. ഓക്കെ മാഡം. അവരുടെ കാറിൽ വെച്ചിട്ടോ?
കസ്റ്റമേഴ്സിനും നിനക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല മാഡം. ഓക്കെ, ശരി. ചേച്ചി, അവരെ ചേച്ചിക്ക് അറിയാമോ? എനിക്കറിയില്ല. നമുക്ക് സ്കൂൾ ബസ്സിൽ പോവായിരുന്നല്ലോ ചേട്ടാ. എന്തിനാ കേറണ്ടെന്ന് പറഞ്ഞേ? ആ ബസ് നമ്മുടെ പഴയ വീടിന്റെ വഴിയാ പോകുന്നേ. ഇപ്പോഴുള്ള വീടിനടുത്തേക്ക് പോവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചേട്ടാ വീട്ടിൽ പോവാ? ആര് വിളിക്കാൻ വരും? അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോവല്ലോ. ചേട്ടാ, എന്താ ഇതെടുത്തോ, ഇനി ടൈറ്റ് ചെയ്തോ. രവി, ഫാക്ടറി ടൈം എങ്ങനെയാ? വൈകുന്നേരം ഒരു 6 മണി വരെ കാണും. വൈകുന്നേരം 6 മണി വരെയോ? എന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, കുട്ടികളെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണമായിരുന്നു. അതെന്താ, വീട്ടിൽ ചേച്ചി ഉണ്ടല്ലോ, അപ്പൊ ചേച്ചി കൂട്ടിക്കൊണ്ട് വരില്ലേ? എപ്പോഴും ഞാനാ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക. ഇന്ന് ഞാൻ തന്നെയാണ് വിളിച്ചോണ്ട് വരിക എന്ന് അവളെങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിലോ? ശരി, അങ്ങനെയെങ്കിൽ ഞാൻ പത്മയെ ഫോൺ ചെയ്ത് പറയാം. അവള് ചേച്ചിയെ വിളിച്ച് പറഞ്ഞോളൂ. ശരി. ഹലോ, പറയട്ടാ. പത്മ, നീ എവിടെയാ? ഞാൻ പൊട്ടിക്കലുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, മേഡത്തിനോട് ചോദിച്ചിട്ട് വീട്ടിൽ ചെന്ന് വസന്തരച്ചോട് മക്കളെ സ്കൂളിൽ ചെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് അബിയേട്ടൻ പറഞ്ഞു എന്ന് പറ. ശരി ഏട്ടാ. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് രവി. വസന്തരേച്ചി, എന്താ പത്മ? ചേച്ചിയുടെ മക്കളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞു എന്ന് ഇപ്പൊ എന്റെ ഏട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞു. ശരിയാണല്ലോ. ഞാൻ വീട്ടിലുണ്ടെന്നാ ഏട്ടൻ കരുതിയിരിക്കുന്നത് പത്മ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാഡത്തിനോട് പെർമിഷൻ വാങ്ങി പോയിട്ട് വാ. പോ ചേച്ചി. മാഡം. എന്താ? ചേച്ചിക്ക് കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കണം. മാഡം പെർമിഷൻ കൊടുത്താ? ജോയിൻ ചെയ്യുന്ന അന്ന് തന്നെ പെർമിഷനോ? അതൊന്നും പറ്റില്ല. ഇവള് പോയാ ഇവിടെ ജോലിയൊക്കെ ആര് ചെയ്യും? അവരുടെ വർക്ക് ഞാൻ ചെയ്തോളാം മാഡം. നിനക്ക് തരുന്ന ശമ്പളത്തിന് ആദ്യം നീ ജോലി ചെയ്യും. നീ ചെയ്യുന്ന ജോലിക്ക് അവൾക്ക് ശമ്പളം കൊടുക്കാനൊന്നും പറ്റില്ല. ചെല്ല് ചെല്ല്. അച്ഛൻ എന്താ ഏട്ടാ ഇതുവരെ വരാത്തെ? അമ്മയും വന്നിട്ടില്ലോ. എല്ലാ കുട്ടികളും പോയി. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്കും വേഗം വീട്ടിൽ പോവാൻ ചേട്ടാ. അച്ഛനും അമ്മയും ജോലി കാരണം തിരക്കിലാണോ എന്തോ, അതുകൊണ്ടാവും ഞങ്ങളെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് വരാത്തത്. ഓക്കെ, അച്ഛനും അമ്മയും ഇപ്പൊ വന്നില്ലെങ്കിൽ എന്താ, നമുക്ക് തന്നെ അങ്ങ് പോവാൻ പാടില്ലേ? പേടിക്കാതെ നിങ്ങൾ എന്റെ കൂടെ വാ. ഞാൻ നിങ്ങളെ സേഫ് ആയിട്ട് വീട്ടിൽ കൊണ്ടെത്തിക്കാം. ഇന്നത്തോടെ പഴയ മാനേജ്മെന്റ് ഇവിടുന്ന് മാറിപ്പോയി. നാളെ മുതൽ പുതിയ മാനേജ്മെന്റ് വരാൻ പോവുക.
കണ്ടിട്ട് അവരൽപ്പം പെസകാണെന്നാ തോന്നുന്നേ. രാവിലെ അവരെങ്ങനെയാ സംസാരിച്ചെന്ന് നിങ്ങളും കേട്ടതല്ലേ? ജോലിയിൽ അവരെങ്ങാനും നമ്മളെ കഷ്ടപ്പെടുത്തിയാൽ സമരം ചെയ്ത് ഈ ഫാക്ടറി തന്നെ നമ്മൾ പൂട്ടിക്കും. യൂണിയൻ വിജയിക്കട്ടെ! യൂണിയൻ വിജയിക്കട്ടെ! യൂണിയൻ വിജയിക്കട്ടെ! യൂണിയൻ വിജയിക്കട്ടെ! യൂണിയൻ വിജയിക്കട്ടെ! യൂണിയൻ വിജയിക്കട്ടെ! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! എക്സ്ക്യൂസ് മീ സർ, ഒരു മിനിറ്റ്. എന്താ സ്ട്രൈക്കിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഫാക്ടറി അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കാർക്കും ജോലി ഉണ്ടാവില്ലല്ലോ. അതിന് അവരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കണം. നമ്മളവരുടെ തൊഴിലാളികളാണ്, അല്ലാതെ അവരുടെ അടിമകളല്ല. അത് ശരിയാണ്. അവരെന്തോ അറിഞ്ഞോ അറിയാതോ പറഞ്ഞതായിരിക്കും. വെറുതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് പ്ലീസ്. എന്താ രവി, നീ കൂട്ടിക്കൊണ്ടുവന്ന ആളെ എന്നെ ചോദ്യം ചെയ്യുന്നു? സോറി ഏട്ടാ, ആദ്യമായിട്ട് വന്ന ആളല്ലേ, ഇവിടുത്തെ റൂളൊന്നും കൃത്യമായിട്ട് അറിയില്ല. അറിയില്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അവരിപ്പോ ഫാക്ടറി വാങ്ങിയതല്ലേ ഉള്ളൂ. നമ്മളൊരല്പം കോപ്പറേറ്റ് ചെയ്യണ്ടേ? എന്താ നീ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടാൽ അവര് നിന്റെ സഹോദരങ്ങളാണെന്ന് തോന്നുമല്ലോ. നോക്ക്, മുളയിലെ നുള്ളിയില്ലെങ്കിൽ വളർന്ന് വലിയ മരമായി മാറും. കാശുള്ളവർക്ക് കരുണയൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഇവിടുന്ന് പെട്ടെന്ന് പണം കിട്ടിയതാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ 2 ഇരട്ടി പണം മുടക്കി ഈ ഫാക്ടറി വാങ്ങില്ലല്ലോ. അതിന്റെ അഹങ്കാരം നമ്മളോട് കാണിക്കാനാണെങ്കിൽ അവരെ നമ്മൾ നക്ഷത്രം എണ്ണിക്കും. അയ്യോ, നഷ്ടത്തിൽ ഈ ഫാക്ടറി വിറ്റിട്ട് അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. ചേട്ടാ, അത് ശരിയായ രീതിയല്ല. ഓണസ് നന്നായിരുന്നാലല്ലേ നമുക്ക് എല്ലാവർക്കും ഗുണമുള്ളൂ. എന്താടാ രവി, നീ കൊണ്ടുവന്ന ആള് കുറച്ച് ഓവറാണല്ലോ. ആദ്യ ദിവസം തന്നെ എന്നോട് തർക്കിക്കുന്നു. നാളെ ജോലിക്ക് വരണമെന്ന് ഒരാഗ്രഹവും ഇല്ലേ? അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, ഇദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ വായടച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! എന്തിനാ ചേട്ടാ അങ്ങനെ സംസാരിക്കാൻ പോയേ? അദ്ദേഹത്തിന് ആകെ ദേഷ്യം വന്നു. പുതിയ മാനേജ്മെന്റ് അല്ലേ, അവരെ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ലേ രവി? അതൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നേ? നമുക്ക് ജോലിയും വേണം, കാശും വേണം. അതിനുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ എന്തിനാ ഇടപെടുന്നേ? ശരി, നമ്മൾ ഒരുപാട് ലേറ്റായി, വാ പോവാം. വാ ചേട്ടാ, കയറാ. രവി, സൈക്കിളും കിടക്ക്, ഇന്ന് ഞാൻ ഓടിക്കാം. കുഴപ്പമില്ല ചേട്ടാ, ഞാൻ ഓടിച്ചോളാം. വേണ്ട രവി, ഇന്നെന്നെ ജോലിയിൽ സഹായിച്ച് ഒരുപാട് ടയർഡായിരിക്കല്ലേ. ഇങ്ങെടുക്ക്, ഞാൻ ചവിട്ടിക്കോളാം. മാഡം, ആ മാഡം പറഞ്ഞ ജോലികളൊക്കെ കഴിഞ്ഞു. ബൊട്ടീക്ക് അടയ്ക്കാനുള്ള സമയം ഇതുവരെ ആയില്ലല്ലോ. കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകണമായിരുന്നു മാഡം. എന്റെ കാറിൽ പോയി കൂട്ടിക്കൊണ്ടു വരുന്നോ? നാളെ മുതൽ ഇങ്ങനെയുള്ള ഒബ്ലിക്കേഷൻസ് ഒന്നും പറയരുത്. നാളെ മുതൽ പറഞ്ഞ സമയത്ത് തന്നെ വരികയും പോവുകയും ചെയ്യണം. ലേറ്റായി വന്നാലും നേരത്തെ പോണോന്ന് പറഞ്ഞാലും ഞാൻ അനുവദിക്കില്ല. ശരി, ഇന്നത്തേക്ക് പൊയ്ക്കോ. താങ്ക് യു മാഡം. ഈ വർക്ക് കംപ്ലീറ്റ് ആയോ? പത്മ, ഞാൻ പോവുകയാണേ. ചേച്ചി ടെൻഷൻ അടിക്കാതെ പോയിട്ട് വാ. ഓട്ടോയ്ക്ക് കാശ് വല്ലതും വേണോ? വേണ്ട പത്മ, എന്റെ ഉണ്ട്, ഞാൻ പൊക്കോളാം.
എനിക്കിനി നടക്കാൻ വയ്യ കേട്ടോ. കാല് വല്ലാതെ വേദനിക്കുന്നു. എനിക്കും നല്ല വേദനയുണ്ട്. നമുക്ക് ഓട്ടോയിൽ പോയാലോ? ഓട്ടോയിൽ പോവാൻ, പക്ഷേ നമ്മുടെ കയ്യിൽ കാശില്ലല്ലോ കീർത്തി. ഇനി കുറച്ചു ദൂരം നടന്നാ മതി. നമ്മൾ ഏകദേശം എത്താറായി. അപ്പൊ ഇനിയും നടക്കണോ? എനിക്ക് നടക്കാൻ വയ്യ. എങ്കിൽ അവിടെ ഇരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാ. വാ, നടക്ക്. ചെറിയമ്മ, ചെറിയമ്മേ, 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 അനു, കീർത്തി, നിക്ക്. ചെറിയമ്മേ, അവിടെ നിക്ക്, ഞങ്ങളാ. ചെറിയമ്മേ, അനു, കീർത്തി, അവിടെ നിക്ക്. ചെറിയമ്മേ, ചെറിയമ്മേ, അവിടെ നിക്ക്. ചെറിയമ്മേ. ബേബി, ആ കുട്ടികളെ കണ്ടിട്ട് നിന്റെ അബിയേടന്റെ കുട്ടികളാണെന്ന് തോന്നുന്നു. അതെ, പക്ഷേ മോം വണ്ടി നിർത്തരുത്. അതെന്താ ബേബി? വണ്ടി നിർത്തിയാ നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടാക്കേണ്ടി വരും മോം. ആ വസുവിനെ നമുക്ക് വീണ്ടും കാണേണ്ടി വരും. അതുകൊണ്ട് വണ്ടി നിർത്താതെ പോ മോം. ചെറിയമ്മേ, കീർത്തി, ചെറിയമ്മേ, അവിടെ നിക്ക്. എന്താ ഏട്ടാ ചെറിയമ്മ വണ്ടി നിർത്താതെ പോയത്? അത് ചിലപ്പോ നമ്മുടെ ചെറിയമ്മ ആയിരിക്കില്ലാനോ. ചെറിയമ്മ ആയിരുന്നെങ്കിൽ കാർ നിർത്തി നമ്മളെ കൂട്ടിക്കൊണ്ട് പോവില്ലായിരുന്നോ? അത് നമ്മുടെ ചെറിയമ്മയാ ചേട്ടാ. ഞാൻ മുഖം കണ്ടതാ, പക്ഷെ വണ്ടി നിർത്താതെ പോയി. ശരി, വാ നമുക്ക് പോവാം. എന്ത് വലിയ മണ്ടനാ അയാള്. അഭിയേട്ടൻ സ്വത്ത് മുഴുവനും നമ്മുടെ പേരിൽ എഴുതി വെച്ചു. അതെ, സ്വത്തും വീടും കാറും എല്ലാം നിങ്ങൾക്ക് തന്നിട്ട് സ്വന്തം മക്കളെ അവര് നടു റോഡിൽ ഇറക്കി വിട്ടു. നടു റോഡിലാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അവർക്ക് ദാരിദ്ര്യം, നമുക്ക് ഭാഗ്യം. മോം ഞങ്ങൾക്ക് ഐഡിയ തരുന്നത് കൊണ്ട് ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. അതൊക്കെ ശരി. നിന്റെ ഫേക്ക് പ്രഗ്നൻസിയെ ഇപ്പൊ എന്താ ചെയ്യാ ബേബി? അഖിലിനോട് എപ്പോഴാ പറയാൻ പോന്നെ? ആ ഒരു പ്രശ്നമുണ്ട് മോം. ശരിക്കും എന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുപോലെ അഭിനയിച്ച് ഞാൻ മടുത്തു. അപ്പോ ഇന്ന് തന്നെ അത് ക്ലിയർ ചെയ്തേക്കാം. ഇന്നോ? വേണ്ട മോം, അഖിൽ എന്തു പറയും? എന്തായാലും ഒരു ദിവസം സത്യം പറഞ്ഞല്ലേ പറ്റൂ ബേബി. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിലേ ആക്കാൻ പാടില്ല. അഖിലൊന്നും പറയില്ല. സ്വത്ത് കിട്ടിയതിന്റെ സന്തോഷത്തിലും ഫാക്ടറി സ്വന്തമാകുന്ന ആനന്ദത്തിലും ഈസി ആയിട്ട് എടുക്കും. യു ഡോണ്ട് വറി. ഇത് മോം തന്നെ മാനേജ് ചെയ്യണം, സ്മൂത്ത് ആയി ഫിനിഷ് ചെയ്യണം. വീടെന്താ പൂട്ടിക്കിടക്കുന്നേ? അമ്മ എവിടെ പോയതാ? അച്ഛനും ഇവിടെ ഇല്ല. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. എനിക്കും ദാഹിക്കുന്നു ചേട്ടാ. വെള്ളം വേണം. ഒരു മിനിറ്റ്, എന്റെ കയ്യിലുണ്ടോ നോക്കട്ടെ. ആ, ബോട്ടിലിൽ ഒട്ടും വെള്ളമില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? അയ്യോ, അടുത്ത വീട്ടിലുള്ള അങ്കിളും ആന്റിയും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അച്ഛാ, അച്ഛൻ എവിടെയാ പോയത്? ഞങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് അച്ഛൻ എന്താ വരാത്തത്? എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു അച്ഛാ. കുടിക്കാൻ വെള്ളം വേണം. അല്ല, അമ്മ എവിടെ പോയി? വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. അറിയില്ല അച്ഛാ.
എല്ലാവരും ഇരിക്കുക. കുട്ടികളെ സൈക്കിളിലാണോ ഏട്ടൻ വിളിച്ചോണ്ട് വന്നേ? ഇല്ല വസു, ഞാനും ഇപ്പോഴാ വന്നത്. കുട്ടികളെ താൻ വിളിച്ചോണ്ട് വരുന്ന ഞാൻ വിചാരിച്ച. ഉണ്ണി, നിങ്ങൾ എങ്ങനെയാ വന്നത്? നിങ്ങൾ ആരെങ്കിലും വരുന്നത് നോക്കിയിരുന്ന് അവസാനം ഞങ്ങൾ തന്നെ നടന്നിങ്ങ വന്നു.